കുറേ നാളായിട്ട് നമ്മുടെ കൂട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ഈ ഹെഡ്ഫോണുകളുടെ വീഡിയോ ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഒരു ഓൺ ഇയർ ഹെഡ്ഫോണിൻ്റെ ആണ്, റോക്കേഴ്സ് 412. 1299 ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാം. എന്തായാലും ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. സോ ഒരു 9 രൂപ പ്രൊട്ടക്ഷൻ ഫീ എന്ന് പറഞ്ഞ രീതിക്ക് എടുത്തിട്ടുണ്ട്. എന്താണ് പ്രൊട്ടക്ഷൻ ഫീ എന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് മേക്ക് ഷുവർ ചെയ്യാം നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണെന്നുള്ളത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്തിട്ട് സാധനം അവരപ്പോഴേ കൊണ്ടുപോകും. സോ അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ ഫേക്ക് സെല്ലേഴ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാറിപ്പോയാലൊന്നും ആ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവത്തില്ല. എന്നാൽ ഈ ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. കാരണം അവർ ഈ ബോട്ടിന്റെ പ്രോഡക്റ്റുകൾ മാത്രം തന്നെ അയക്കുന്നുണ്ട്. അങ്ങനെ മാറി അയക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. സോ ഏറ്റവും നല്ലത് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഫീ ഒന്നും കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത് ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. എന്നാൽ കുറച്ച് ഡിലേ ആവും. പിന്നെ എനിക്ക് വേണ്ടിയല്ല ഇത് മേടിച്ചത്, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഞാനും ഇങ്ങോട്ട് മേടിക്കത്തുള്ളൂ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസിനും അതുപോലെ തന്നെ ഓഫർ അപ്ഡേറ്റ്സിനും ടെക്സ്റ്റ് അപ്ഡേറ്റ്സിനും എല്ലാം തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ വന്നാൽ മതി. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് അവിടെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. കൂടാതെ അവിടെ ഇയർബഡുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ഡീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേഴ്സ് 412. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡിസൈൻ ആണ്. ഫോട്ടോയിൽ കാണുന്ന അത്രയും ആ ഒരു ലുക്ക് നേരിട്ട് കാണാനില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഒരു മാറ്റ് ഫിനിഷ് ഡിസൈൻ ആണ്. കൂടാതെ പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോട്ടിന്റെ ലോഗോയും അതുപോലെ തന്നെ ബോട്ടും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പഴയ അവരുടെ ലോഗോയാണ് ഈ ഒരു ബോട്ട് BO80 എന്നുള്ളത്. ഇപ്പോഴത്തെ അവരുടെ ലോഗോയാണ് ആ ഒരു ബോട്ടിന്റെ സിമ്പിൾ കേട്ടോ. കൂടാതെ വലതുവശത്ത് നമുക്ക് ബീസ് മോഡ് 40ms ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ കാണാൻ സാധിക്കും. പ്ലസ് ബട്ടണും പവർ ഓൺ ഓഫ് ബട്ടൺ കാണാം, മൈനസ് ബട്ടണും കാണാം. തൊട്ട് താഴെയായിട്ട് ടൈപ്പ് സി പോർട്ടും അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് LED മൈക്കും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലത്തെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെറ്റൽ ബോഡി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സ്ഥലവും ഒരു മെറ്റലാണ്. സോ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഹെഡ്ഫോണുകളുടെ അതായത് ഓവർ ഹെഡ് ആയാലും ഓൺ ഇയർ ആയാലും ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ഭാഗം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഈ ഒരു മെറ്റൽ പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ കേട്ടോ. 40mm ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണുകളിലുള്ളത്. 40mm എന്ന് വെച്ചിട്ട് ഭയങ്കര വലിയ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല ഇതിന് കിട്ടുന്നത് കേട്ടോ. അത് ആദ്യമേ പറയാം. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് എടുത്ത് പറയാം. പിന്നെ ഇതിൽ 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അതിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ആ ഒരു ബോക്സിന്റെ ഫ്രണ്ട് ചെയ്യുന്നത് ടോട്ടൽ പ്ലേ ടൈം 80 മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ 60 ആണോ 80 ആണെന്നുള്ളതും അറിയത്തില്ല. പക്ഷെ അവരുടെ യൂസർ മാനുവലിൽ 60 ആണ് എഴുതിച്ചത് കേട്ടോ. എന്തായാലും ഇതൊക്കെ തന്നെ 60% കേട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ഈ 60 എന്നൊക്കെ പറയുന്നത് 40ലേക്കും 20ലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ 60% ഇത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുമില്ല. അത് വേറൊരു സംഭവം. ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. കൂടാതെ IPX4ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ അത്യാവശ്യം ഡ്രസ്സിലിങ്ങളൊക്കെ നമുക്കിപ്പോൾ ജോഗിങ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നനച്ചാലും വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ലെതർ ഫിനിഷ് ഡിസൈൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇളകി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ വെള്ളം നനയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 100% പാട്ടാൽ പോലും അങ്ങനെ വലിയ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അത്ര മാത്രമാണ് ഇന്ന് കിട്ടുന്നത്. അല്ലാണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഭയങ്കര വലിയൊരു സംഭവം എന്നുള്ള രീതിക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കരുതെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കാരണം ഇത് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു ബേസ് വേണം, എന്നാൽ വോക്കലും വേണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എന്നാൽ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ദയവ് ചെയ്ത് ഇത് മേടിക്കാൻ പോകരുത്. അത്രയും ഒരു ബേസ് ഇതിനകത്ത് കിട്ടുന്നില്ല. കുറേ പേർക്ക് തലമണ്ട അടിച്ച് പൊളിക്കുന്ന രീതിക്കുള്ള ബേസ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആകും കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. സോ അതുകൊണ്ട് തന്നെ ബേസ് ലവർ മേടിക്കേണ്ട. എന്നാൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് പൊടിക്കൊരു ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. അതർവൈസ് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകും. പിന്നെ 100% ഇട്ടാലേ അത്യാവശ്യം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് നമ്മൾ എപ്പോഴും ആ ഒരു 100% പാട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 60 ആയാലും 80 ആയാലും ടോട്ടൽ പ്ലേ ടൈം അത്രയും കിട്ടാനും ചാൻസ് ഇല്ല കേട്ടോ. കാരണം 60% ഇട്ടാലും ഭയങ്കര വലിയൊരു ഔട്ട്പുട്ട് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. പിന്നെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് കംഫർട്ട് ഉണ്ട്. എന്തായാലും ആദ്യം ഇത് വെക്കുമ്പോഴത്തേക്ക്
വെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക വെക്കുമ്പോഴത്തേക്ക് ഒരു കംഫർട്ട് ഇല്ലാത്ത ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് യൂസ്ഡ് ആവും. അതാണ് മറ്റൊരു കാര്യം കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, വേറെയും കംഫർട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ചെവിയിൽ വെക്കുമ്പോൾ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുണ്ടായിട്ട് പോലും നമുക്ക് ആ 100% ഇടുമ്പോഴേ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ് എന്താ പറയുക ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഹെഡ്ഫോണിലൊക്കെ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം. പ്രത്യേകിച്ച് ബോട്ടൊക്കെ നോർമലി മറ്റുള്ള പല ഇയർബഡുകളിലും അല്ലെങ്കിൽ ഹെഡ്ഫോണുകളിലൊക്കെ ആ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇതിലേക്ക് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മറ്റൊരു വലിയൊരു ഡ്രോബാക്ക് ഞാൻ എടുത്ത് പറയേണ്ടത് ഇവരുടെ ആ ഒരു ബോട്ട് ഹിയറബിൾ ആപ്പാണ്. ഞാൻ വിചാരിച്ചത് അതിനകത്ത് നമുക്ക് കൺട്രോളൊക്കെ എന്താ പറയുക സെറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, EQ മോഡ്സ് കസ്റ്റം ചെയ്യാനൊക്കെ വിചാരിച്ചത്. എന്നാൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് വെറും പരസ്യം മാത്രമാണ്. ഇവരുടെ എന്താ പറയുക ആപ്പിൻ്റെ പരസ്യവും പിന്നെ സാവൻ്റെയും അതേപോലെ തന്നെ ഏതോ ഒരു ബുക്കിൻ്റെത് ആ ഒരു സംഭവം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾ ആപ്പ് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള ഒരു ആവശ്യമേ ഇല്ല കേട്ടോ. വെറുതെ ആയിപ്പോവും. നമ്മുടെ നമ്പർ സഹിതം അവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഡെയിലി എന്താ പറയുക ആവശ്യമില്ലാത്ത കുറേ മെസ്സേജുകളായിരിക്കും ഉമ്മയുടെ ആഡിൻ്റെ മെസ്സേജുകളായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ട് ഹിയറബിൾ ആപ്പ് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പല പ്രോഡക്റ്റുകൾക്കും അതിൽ EQ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൺട്രോളൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇവിടേക്ക് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവമില്ല. സോ ബോട്ട് ഹിയറബിൾ ആപ്പ് എന്ന് പറയുന്നത് സാധനം ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു യൂസും ഇല്ല. ഇനി 50 ms ലോ ലേറ്റൻസി മോഡ് BGMI പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സിംഗിൾ ടാപ്പ് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് BGM ഒക്കെ കളിക്കാൻ പറ്റുന്നില്ലേ. എന്തായാലും SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷം ഈ ബീസ്റ്റ് മോഡ് ഓൺ ആക്കുക. കാരണം SBC കോഡക്കിലാണ് ആ ഒരു 40 ms മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കാണുന്നത്. എന്തായാലും BGM ഒക്കെ ഒരു നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിക്കാൻ പറ്റും. എന്നാൽ ഒരു പ്രോ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വയേർഡ് ഹെഡ്ഫോൺ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബ്ലൂടൂത്തിനേക്കാളും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1299 രൂപയ്ക്ക് വർത്ത് ബൈങ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നിങ്ങളൊരു എന്താ പറയുക ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എന്നാൽ കുറച്ച് ബേസ് വേണം, അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. അതർവൈസ് ഉറപ്പായിട്ടും നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആകും. അത് 100 അല്ല 101% ഞാൻ ഉറപ്പ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഇത് മേടിക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. നോക്കട്ടെ അടുത്ത് തന്നെ മറ്റുള്ള പ്രോഡക്റ്റ് ഒരു 1000 രൂപയ്ക്കുള്ളിൽ ഇവരുടെ ഒരു പ്രോഡക്റ്റ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. എന്തായാലും കണ്ടു ഉടനെ തന്നെ ആ ഒരു ഹെഡ്ഫോൺ ഞാൻ മേടിച്ചങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. സോ അതിൽ നോക്കട്ടെ ആ ഒരു ബേസിന്റെ ട്യൂണിംഗ് ഒക്കെ എങ്ങനെയാണ് കൊടുത്തേക്കുന്നുള്ളത്. എന്തായാലും ഇത് ആ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്ക് ആയിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.